ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ കുട്ടികളുടെ അരികിലേക്ക് വന്ന് കുട്ടികളോട് നിർബന്ധിച്ച് കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആദ്യം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധത്തോടെ തന്നെ ജീവൻ കഥ പറയാൻ തുടങ്ങുന്നു. അങ്കിൾ, ഒരു കഥ പറഞ്ഞു തരട്ടെ, ഒരു പഴയ കഥ. കുട്ടികൾ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് ആദി. കാരണം കല്യാണിക്ക് ജീവന്റെ ആ ഒരു സ്വഭാവം അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് കല്യാണിക്ക് ഭയമില്ലാത്തതും. അങ്ങനെ ജീവൻ കഥ പറഞ്ഞു കൊടുത്തു. അവസാനം അങ്ങനെ ഭൂതം എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞ് കുട്ടികളെ ചേർത്ത് പിടിച്ചു. ഈ രാത്രിയിലാണ് ആ ഭൂതം പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു വല്ലാത്ത ശബ്ദമുണ്ട്. ആ ശബ്ദം കേട്ട് നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞു പോവും. അപ്പോൾ ഭൂതം നമ്മുടെ മുന്നിലേക്ക് വരും. അതിന് മൂർച്ചയുള്ള കൊമ്പുകളുണ്ട്. ഭൂതത്തിന്റെ പല്ല് വളരെ വലുതാ എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിരിക്കുകയാണ് കുട്ടികൾ. ഭൂതത്തിന്റെ പല്ലിന്ന് എപ്പോഴും ചോര ഇട്ടുകൊണ്ടിരിക്കും. ഭൂതത്തിന് വലുതാകാനും ചെറുതാകാനും കഴിയും. ഭൂതം കടുപണിയോളം ചെറുതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് കടലോളം വലുപ്പത്തിലേക്കായി മാറും. ഭൂതം നമ്മുടെ തൊട്ട് മുന്നിലെത്തിയാൽ നമ്മളെ തുറപ്പിച്ച് അങ്ങനെയേ അങ്ങ് നോക്കും. നമ്മുടെ കഴുത്തിലെ ഞരമ്പുകളെല്ലാം ഭൂതം വലുതായി കാണും. അതുപോലെ നോക്കിയിരുന്നിട്ട് ഒരൊറ്റ കടിയാണ് എന്ന് പറഞ്ഞ് ജീവൻ ചിരിക്കുന്നു. ഭയത്തോടെയാണ് ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും നിൽക്കുന്നത്. കുട്ടികളെ രണ്ടുപേരെയും ജീവൻ ചേർത്ത് പിടിച്ച് നിന്നിട്ടാണ് ഈ കഥ പറയുന്നത്. എന്നിട്ട് ജീവൻ പറയുന്നു, ഇന്ന് രാത്രിയാണ് ആ ഭൂതം ഇറങ്ങുന്നത്. ഭൂതം വന്നിട്ട് ആദ്യം നോക്കുന്നത് എന്താണെന്നറിയാമോ? ആരൊക്കെയാണ് തനിച്ച് കിടക്കുന്നത് എന്ന്. തനിച്ച് കിടക്കുന്നവരെയായിരിക്കും ആദ്യം ഭൂതം കൊന്നു കളയുന്നത്. ആദ്യം നമ്മൾ തനിച്ചല്ലല്ലോ കിടക്കുന്നത്, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അച്ഛൻ്റെയും അമ്മയുടെയും അരികിലല്ലേ എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയോ? അത് നുണയല്ലേ കല്യാണി? അച്ഛനും അമ്മയും രണ്ട് മുറിയിലല്ലേ ഉറങ്ങുന്നത് എന്ന് ജീവൻ പറയുന്നു. അല്ലേ എന്ന് ദേഷ്യത്തോടെ ജീവൻ ചോദിക്കുമ്പോൾ അതേ എന്ന് ഒരു പരുങ്ങലോടെ കല്യാണി പറയുന്നു. പക്ഷെ ആദിക്കുട്ടനോടൊപ്പം അമ്മ കിടക്കുന്നു, എന്നോടൊപ്പം അച്ഛനും കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ തനിച്ചല്ലല്ലോ. ഇത് കേട്ട് ജീവൻ പറയുന്നു, അങ്ങനെ പോരാ, അച്ഛനും അമ്മയും മക്കളും ഒരു മുറിയിലല്ലേ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കുമ്പോൾ ഭൂതം എന്താ കരുതുന്നത്? ഇവരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചാലും ആരും ചോദിക്കാൻ വരില്ല എന്ന്. അപ്പോൾ ഉറപ്പായിട്ടും പിടിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണെന്ന് കല്യാണിയും ആദ്യം നിത്യാമ്മയും അച്ഛനും എല്ലാവരും ഒരു മുറിയിൽ കിടക്കണം. അപ്പോൾ ഭൂതം ആ മുറിയിലേക്ക് വന്നാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് സത്യമാണോ എന്ന് ആദ്യം ചോദിച്ചു. സത്യം എന്ന് ജീവൻ. പക്ഷെ ഒരു കാര്യമുണ്ട് അങ്കിൾ, ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് മക്കൾ അച്ഛനോടും അമ്മയോടും പറയാൻ പാടില്ല. അതെന്താണെന്ന് ആദ്യം ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു, പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ഇന്ന് രാത്രി തന്നെ ഭൂതം ചോര കുടിച്ച് കൊല്ലും. മക്കൾക്ക് പേടിയായോണ്ട് അമ്മയും അച്ഛനും കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ മതി. അങ്കിളെ, മക്കളുടെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്? അച്ഛനും അമ്മയും മക്കളുടെ കൂടെയല്ലേ കിടക്കേണ്ടത്, അതല്ലേ ശരി എന്ന് ജീവൻ പറയുന്നു. ആദിക്കുട്ട, നമുക്ക് അച്ഛനോടും അമ്മയോടും നമ്മളോടൊപ്പം കിടക്കണമെന്ന് പറയാം എന്ന് കല്യാണി പറയുന്നു. ഞങ്ങൾ പോട്ടെ അങ്കിളെ, ആദിക്കുട്ടനെ നല്ല പേടിയുണ്ട് എന്ന് കല്യാണി ആദിയോട് പറയുന്നു. അതെന്താ കല്യാണി മോൾക്ക് പേടിയില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ട്. അല്ലെങ്കിലേ ഇന്ന് ഭൂതം വരത്തില്ലായിരിക്കും അല്ലേ എന്ന് പേടിയോടെ കല്യാണി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ചെല്ലേ എന്ന് പറഞ്ഞ് ജീവൻ കുട്ടികളെ പറഞ്ഞു വിടുന്നു. ജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവർ പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാം ജീവൻ അങ്കിളിനുള്ള തെളിവല്ലേ മക്കളെ. ജീവൻ അങ്കിൾ ഇങ്ങനെ പതിയെ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മനസ്സിലൂടെ കയറി ഇറങ്ങും. എന്നിട്ട് അവസാനം ഒരു തീരുമാനം എടുക്കും. എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു തീരുമാനം. അത് അത്രയും മനസ്സിൽ വിചാരിച്ച് ചിരിക്കുകയാണ് ജീവൻ. ശേഷം കാണിക്കുന്നത് ആദ്യം അന്വേഷിച്ച് ഹരിയുടെ മുറിയിലേക്ക് നിത്യ വരുമ്പോൾ കല്യാണിയും കണ്ടില്ലെന്ന് ഹരി പറയുന്നു. അമ്മയുടെ അരികിൽ ഉണ്ടാകുമെന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു, എന്നാ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആ സമയം കല്യാണിയും ആദ്യം അവരുടെ മുന്നിലേക്ക് വന്നു. ഇതെന്താ രണ്ടുപേരും കൂടി ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് നിത്യ ചോദിക്കുമ്പോൾ രണ്ടുപേരും ഭയത്തോടെ നിൽക്കുന്നു. ഉറങ്ങണ്ടേ രണ്ടാൾക്കും എന്ന് ഹരി ചോദിക്കുന്നു. ആദ്യം എന്താ പറ്റിയത്? എന്റെ രണ്ടുപേരും പേടിച്ചതുപോലെ എന്ന് നിത്യ പറയുമ്പോൾ ആദ്യം പറയുന്നു, അത് ഇന്ന് ഗോസ്റ്റ് വരും, ഒറ്റപ്പെട്ട ആളുകളെല്ലാം ഗോസ്റ്റ് പിടിക്കും എന്ന് ആദ്യം പറയുമ്പോൾ നിത്യ പറയുന്നു, ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി ഈ കഥ? കൂട്ടുകാരികളെ ആരെങ്കിലും ഫോൺ വിളിച്ചോ? പിള്ളേരുടെ ചില കഥയുണ്ട്, കേട്ടാലേ നമ്മൾ ഞെട്ടിപ്പോവും. ഒരാൾക്ക് അടുത്ത ആളെ പേടിപ്പിച്ചാലേ സമാധാനം കിട്ടും എന്നൊക്കെ നിത്യ പറയുന്നു. അല്ല നിത്യാമ്മേ, ശരിക്കും ഇന്ന് ഗോസ്റ്റ് വരുന്ന ദിവസമാണെന്ന് കല്യാണിയും പറയുന്നു. പക്ഷേ ഒറ്റയ്ക്ക് കിടന്നാളെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം നിത്യയെ കെട്ടിപ്പിടിച്ചു. നിത്യാമ്മ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മുറിയിൽ കിടക്കാം എന്ന് ആദ്യം പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, വേണ്ട മോനെ. ഹരിയുടെ അരികിലേക്ക് പോയി ചേർന്നിരുന്നിട്ട് കല്യാണി പറയുന്നുണ്ട്, അച്ഛാ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കിടന്നില്ലെങ്കിൽ സത്യമായിട്ടും ഇന്ന് ഗോസ്റ്റ് വരും. ഗോസ്റ്റ് വന്ന് ആരെയാ കൊല്ലുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഞങ്ങളെ ആയിരിക്കും, ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ എന്നൊക്കെ കല്യാണി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണെന്ന്. മണ്ടത്തരങ്ങളല്ല, ഞാനും കല്യാണിയും ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടക്കുന്നുള്ളൂ എന്ന് ആദ്യം. അച്ഛാ, നമ്മൾ ഒരുമിച്ച് കിടന്ന എന്താ കുഴപ്പം? ഞങ്ങൾക്ക് പേടിയായിട്ടല്ലേ എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരോടും മിണ്ടത്തില്ല.
നിത്യാമ്മയെ ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ ആദ്യം പറയുന്നു. അച്ഛൻ ഒന്ന് നിത്യാമ്മയോട് പറയോ എന്നെ കല്യാണി ഹരിയോട് പറയുന്നു. നിത്യ ഇവർ ഉറങ്ങുന്നത് വരെ എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. അവരുടെ വാതിലിന് പുറത്തെത്തിയിരിക്കുകയാണ് ജീവൻ. അങ്ങനെ ഇപ്പോൾ 4 പേരും കൂടി ഒരുമിച്ച് കിടക്കാൻ തുടങ്ങുന്നു. ഇത് വാതിലിന് പുറത്ത് നിന്ന് ജീവൻ കാണുന്നുണ്ട്. ജീവൻ അവിടെ നിൽക്കുന്നത് നിത്യ കണ്ടു. ഇത് സുജാതയും ശ്രദ്ധിക്കുന്നു. അമ്മേ വാ അമ്മേ എന്ന് പറഞ്ഞ് ആദി നിത്യയെ വിളിക്കുമ്പോൾ നിത്യ വരാൻ മോനെ എന്നും പറഞ്ഞ് പോയി ജീവന്റെ മുന്നിൽ വെച്ച് തന്നെ ആ കഥ അടയ്ക്കുകയാണ്. ജീവൻ വല്ലാത്ത ദേഷ്യത്തോടെ നിൽക്കുന്നു. ആ സമയം സുജാത അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ ജീവൻ അവിടെ നിന്ന് പോയി മുറിയിലേക്ക് പോയി റൂമിൽ ഇരുന്നതിന് ശേഷം അവിടെയുള്ള ആ ജഗ് എടുത്ത് വെള്ളം കുടിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ നിത്യ തനിക്ക് നേരെ വാതിലടച്ച കാര്യം ഓർക്കുകയാണ്. ജീവൻ ദേഷ്യത്തോടെ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഷെൽഫ് തുറന്ന് എന്തൊക്കെയോ പുറത്ത് വലിച്ചെറിയുകയാണ്. ഒടുവിൽ ആ ഷെൽഫിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. നിത്യയുടെയും സുജാതയുടെയും ആദിയുടെയും ജ്യോതിയുടെയും ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ മറ്റെന്തൊക്കെയോ തിരയുകയാണ് ജീവൻ. ഇതേസമയം ആദി അമ്മയോടും അച്ഛനോടും പറയുന്നു, അമ്മയെ നമുക്ക് കിടക്കാമെന്ന്. മോൻ കിടക്ക് എന്ന് നിത്യ പറയുമ്പോൾ അത് പറ്റില്ല, അമ്മ ഇവിടെ കിടക്ക്, എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം അവിടെ കിടക്കുന്നുണ്ട്. കല്യാണിയും കിടക്കാൻ പറയുമ്പോൾ കല്യാണിയും കിടക്കുന്നു. അവർക്ക് 2 പേർക്കും പുതപ്പ് പുറച്ച് കൊടുക്കുകയാണ് നിത്യ. അച്ഛനും കിടക്കെന്ന് പറയുന്നുണ്ട് കല്യാണി. ഹരി നിത്യയുടെ മുഖത്തേക്ക് നോക്കുന്നു. ടെൻഷനോടെ നിത്യയും നിൽക്കുന്നുണ്ട്. അച്ഛനെ കുറച്ച് കണക്കും കൂടി എഴുതി തീർക്കാനുണ്ടെന്ന് ഹരി പറയുമ്പോൾ അത് നാളെ ചെയ്യാം. ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും ഒന്നിച്ച് കിടന്നില്ലെങ്കിൽ ഭൂതം പിടിക്കും. എന്നെ ഭൂതം പിടിച്ചുകൊണ്ട് പോയ അച്ഛന് സങ്കടാവില്ലേ, കിടക്കച്ച എന്നൊക്കെ വീണ്ടും കല്യാണി പറയുന്നു. നിത്യ കണ്ണ് കാണിക്കുന്നുണ്ട് കിടക്കാനായിട്ട്. അങ്ങനെ നിത്യയും ഹരിയും കുട്ടികളുടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായി കിടക്കുന്നുണ്ട്. കുട്ടികൾ നിത്യയുടെയും ഹരിയുടെയും കൈ ഒരുമിച്ച് വെക്കുന്നുണ്ട്. അമ്മ ഈ ഭൂതത്തിനെ എന്ന് പറഞ്ഞാൽ അത് പറയാൻ തുടങ്ങിയപ്പോൾ നിത്യ പറയുന്നു, ഇനി ഭൂതത്തിന്റെ കഥയൊന്നും വേണ്ട, പറഞ്ഞത് കേട്ടില്ലേ, ഉറങ്ങ്. എന്നാ പിന്നെ ഞങ്ങൾക്കൊരു പാട്ട് പാടുതാ, എന്നാ ഞങ്ങൾ പെട്ടെന്ന് ഉറങ്ങിക്കോളാമെന്ന് കുട്ടികൾ പറയുന്നു. പാട്ട് വേണ്ടെന്ന് ഹരി. പാട്ട് പാടണം. നിത്യ അമ്മയ്ക്ക് എപ്പോഴും കിടക്കുമ്പോൾ എനിക്കൊരു പാട്ട് പാടി തരാറില്ലേ, ആ പാട്ട് പാടിയാൽ മതിയെന്ന് ആദി. 2 പേരും പാടാനായി നിർബന്ധിക്കുന്നുണ്ട് 2 പേരെയും. അങ്ങനെ ആ വേഴാമ്പലയ്ക്ക് എഴുന്നു എന്നുള്ള പാട്ട് തന്നെയാണ് നിത്യ പാടുന്നത്. അത് പാടുമ്പോൾ ഹരിയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. കുട്ടികളും അതുപോലെ തന്നെ സന്തോഷത്തോടെ കിടക്കുന്നു. ആ പാട്ട് നിത്യ പാടുമ്പോൾ നിത്യയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് ഹരി. ഇപ്പോൾ 2 പേരും ഒരുമിച്ച് ആ പാട്ട് പാടുന്നു. പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ പാട്ട് കേട്ട് കുട്ടികൾ 2ഉം ഉറങ്ങുകയാണ്. പരസ്പരം നോക്കിയ പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു 2 പേരും. പെട്ടെന്നാണ് 2 പേരുടെയും കൈ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് ആ കൈ എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് 2 പേരും. ഈ സമയം ജീവൻ പറമ്പിൽ ഒരു കുഴി കുഴിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.